പിണറായി സർക്കാരും ആരോഗ്യമന്ത്രിയായ വീണ ജോർജും മാറിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ RCCയിൽ നിന്നുൾപ്പെടെ പുറത്തു വരുന്ന വാർത്ത നോക്കണേ. ഇനിയിപ്പോ പഴി ആരുടെ തോളിൽ കൊണ്ടുവന്ന് ചാരും? വീണ ജോർജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളഞ്ഞിട്ട് ആക്രമിക്കാമായിരുന്നു. ഇതിപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ സംഭവം. ആരുടെയും പ്രതികരണം വേണ്ടാത്തൊരവസ്ഥ. RCCയിൽ മരുന്ന് പ്രതിസന്ധി. തൈറോയ്ഡ് ക്യാൻസറിന് റേഡിയേഷൻ ഉള്ള മരുന്നില്ല. 75,000 രൂപ വിലയുള്ള മരുന്നാണ് RCCയിൽ ഇല്ലാത്തത്. കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഇല്ലെന്ന് പറഞ്ഞ് രോഗിയെ മടക്കി അയച്ചുവെന്നും പരാതി. കിംസ് അടക്കമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. നിലവിൽ ഇനി ഇത് കരിച്ചു കളയണമെന്ന് ഡോക്ടർ പറയണം, അല്ലെങ്കിൽ വീണ്ടും വരും. അപ്പം അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ നിവൃത്തിയില്ല. ആ കെട്ടിടമൊക്കെ പൊളിച്ചിട്ടേക്കണം. അത് ബില്ലിങ് വന്നാലേ ഞാൻ അവിടെ അഡ്മിറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്ത് ചെയ്യണമെങ്കിൽ 75 ഡോക്ടർ ഉദ്ദേശം. മരുന്നൊഴിച്ചാണ് കരിക്കുന്നത്. അവിടെ ഇല്ല, അത്രയും മരുന്ന് തരാൻ അവിടെ ഇല്ല. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് അവർ കൊടുക്കുകയില്ലേ. അത് ചെയ്യാൻ കരിച്ചു കളയാനുള്ള മരുന്ന് തരാനില്ല. അതിന് പ്രൈവറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉടനെ പ്രൈവറ്റിൽ പോകാനുള്ള നിവൃത്തിയില്ല. ആരോഗ്യ മേഖല ഞങ്ങളുടെ കയ്യിലോട്ട് മാന്ത്രിക വടിയായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. സിസ്റ്റം തകർന്നടിഞ്ഞതിനെ ഒറ്റയടിക്ക് നന്നാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാസം നമുക്ക് നോക്കാം. എന്തായാലും മെയ് 18 അധികാരമേറ്റതാണ്. അധികാരമേറ്റിട്ട് അധിക ദിവസമായിട്ടില്ല. അധിക ദിവസമാകുന്നതിന് മുന്നോടിയായിട്ട് ഇത്രയും കോസ്റ്റ്ലി ഉള്ള മെഡിസിനുകൾ ആശുപത്രിയിൽ മുടങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പൊ തന്നെ പറയാൻ പറ്റുന്നില്ല. സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സ തേടാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. അതായത് ഡോക്ടർമാർക്ക് തന്നെ മനസ്സിലായി ഉടനടി തന്നെ ഈ മരുന്നൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, മരുന്ന് ഉടനെ വരും എന്നല്ല, നിങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടൂ. കാര്യം ജീവനാണല്ലോ. ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ വ്യാപനം അത് മരുന്നില്ലെങ്കിൽ എത്ര വേഗത്തിലാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. ആ നിലയ്ക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ കേരളത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഈ വിഷയത്തിലൊക്കെ എത്ര എഫക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം അതിൽ നടപടി ഉണ്ടാകുന്നത് കാണുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഖജനാവിൽ പണമില്ല എന്നുള്ള പരാതി ഇവർക്ക് പറയാൻ പറ്റില്ല. കാര്യം അധികാരത്തിൽ ഏറിയതിനു ശേഷം അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ 1000 കോടി രൂപയ്ക്ക് മുകളിൽ മാറ്റിവെക്കാൻ ഖജനാവിൽ പണമുണ്ടായിരുന്നു. അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിട്ടുള്ള ആശാ വർക്കർമാർക്ക് ദിവസം 100 രൂപ കൂട്ടാൻ അവർക്ക് ഖജനാവിൽ പണമുണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ 4 കോടിയോളം രൂപ നീക്കിവെക്കാൻ ഖജനാവിൽ പണമുണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ട് RCCയിൽ മരുന്ന് മുടങ്ങുമ്പോൾ അതിന് ആ മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കാനുള്ള പണം അടിയന്തരമായി അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇക്കാര്യങ്ങളിലൊന്നും ഇതുവരെ നോട്ടം എത്തിയിട്ടില്ല. മോടി പിടിക്കലും വാഹനങ്ങളുടെ നമ്പർ എടുക്കലും ആരാധകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നതിൽ മറുസൈഡിൽ വരുന്ന പാകപ്പിഴകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരമേറ്റതിന് ശേഷം ഭരണം തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഫാൻസുകാരുമൊത്തുള്ള ഫോട്ടോഷൂട്ടുകൾക്കാണ് പലരും സമയം കണ്ടെത്തുന്നത്. ആ സമയം കണ്ടെത്തുമ്പോൾ മറ്റൊരു സൈഡിൽ ജനജീവിതം എങ്ങനെയാണ് പാളി തുടങ്ങിയത് എന്നതിന്റെ തെളിവാണ് RCCയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തയെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.